ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം വേണ്ടെന്ന് അമർഷത്തോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്തുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അമേരിക്കയുടെ പുതിയ നീക്കത്തിൽ നെതന്യാഹു പ്രകോപിതനാണോ? ഉഗ്രശേഷിയുള്ള ഒട്ടേറെ പോർമുഖങ്ങളുള്ള പുത്തൻ മിസൈലുകളുമായി ഇറാൻ നടത്തുന്ന തിരിച്ചടികൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? നെതന്യാഹുവിനെയും കൂട്ടരെയും ഏറ്റവും അധികം അസ്വസ്ഥരാക്കുന്നത് അമേരിക്കയുടെ പിന്മാറ്റം തന്നെയാണ്. അമേരിക്ക ഉടനെ തന്നെ ഇറാനെതിരായ ആക്രമണത്തിന് ഒപ്പം ചേരുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇറാനെതിരായ നീക്കത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയിരിക്കുന്ന ഒരു നിലയാണുള്ളത്. സൈനിക നടപടിക്ക് മുമ്പായി നയതന്ത്ര ശ്രമം തുടരാനാണ് ട്രംപിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്നും ട്രംപ് നേരത്തെ സൂചന നൽകിയിരുന്നു. ആ നിലപാടിൽ നിന്നാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് റഷ്യയുടെ മുന്നറിയിപ്പാണ്.